അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് നമ്മളെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ നേരത്തെ ഞാൻ എണീറ്റുണ്ടായിരുന്നു. നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പൊതുവേ ദിവസങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവാറൊന്നുമില്ല. ചിലപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിക്കാറ്. അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇത് ഓണായിട്ട് രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറി ഫുഡൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഓണത്തിന് നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വരും. അങ്ങനെ എൻ്റെ ഒരു ബെസ്റ്റി ഉണ്ട്, അവൾ വരും. അപ്പോൾ ഇതാ ഞാൻ രാവിലെ എണീറ്റത് ചോറിനൊക്കെ വെള്ളം വെച്ചു, അരി ഇട്ടു. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ വലിയ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ അറിയുക അങ്ങനെയൊന്നുമില്ല. എന്നാലും കുറച്ചൊക്കെ അറിയുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി. അപ്പോൾ ഇതേ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് പിന്നെ ഞാൻ ചായ ഉണ്ടാക്കാനും ചായക്ക് ഇന്ന് പുട്ടാണ് ഉണ്ടാക്കി കേട്ടോ. പുട്ടും പഴമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ മോളും ചേട്ടനൊക്കെ നല്ല ഉറക്കമാണ്. ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ട് തന്നെ കുക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അടുക്കളയുടെ ക്ലീനിങ്ങും ഒപ്പം നടക്കുന്നുണ്ട്. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതേ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇഞ്ചിപ്പുളി എന്ന് പറയുമല്ലോ. അപ്പോൾ ചിലവരൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഞാനിത് അന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇഞ്ചിപ്പുളിക്കുള്ള കുറച്ച് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ടു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഇടുന്നു. ഓരോ നാട്ടിലും ഓരോരോ സ്റ്റൈലിലാവുമല്ലോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ ഇത് നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കണം നോക്കട്ടെ. പുളിയിഞ്ചി എന്ന് പറയും കേട്ടോ. ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞിട്ട് അത് പുളിയിഞ്ചി എന്നുള്ളൊരു ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിച്ചതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞത് അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് നന്നായി മൂത്ത് വരുമ്പോൾ ഒരിത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞ് കൊടുക്കുക. പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഞങ്ങൾ വേപ്പില ചേർക്കാറ്. പിന്നെ ഇത് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര അതുപോലെ ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട്. പക്ഷേ എനിക്കെന്തോ അതിലിങ്ങനെ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാണാൻ. നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. ഇനി ഞാൻ വടോപ്പുളി നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടും പുളി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് തൊലിയൊന്നും കളയുന്നില്ല. തൊലി കളയാതെ അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുകയാണ്. ഇനി ഇതിലേക്കും കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ വേണം. പിന്നെ അച്ചാർ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാട്ടോ. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടിച്ച് വരുമ്പോൾ നമ്മൾ ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞെടുത്തത് അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൽ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലൊരു സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിട്ട് വരുമ്പോൾ നമ്മളിതേ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ചൂടാറി തണുത്തതിന് ശേഷമാണ് നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേ നമ്മുടെ നാരങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിയലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല. കാരണം എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അവിയൽ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒറ്റ വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് എടുക്കുക കേട്ടോ. കൂടുതലായിട്ടുണ്ടെങ്കിൽ വെന്തുടഞ്ഞു പോവും. പിന്നെ അതിലേക്കുള്ള തേങ്ങയും പച്ചമുളകും നല്ല ജീരകവും കൂട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പാത്രം ഞാൻ മാറ്റിയെടുത്തു. അതിലിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാനൊന്നും പറ്റില്ല, ഇളക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ കുറച്ച് തൈര് ഒഴിച്ച് തൈരൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ അരപ്പും റെഡിയാക്കിയിട്ട് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് തോരനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ക്യാബേജിൻ്റെ പകുതി മതി, അധികം ആളുകളൊന്നുമില്ല. അപ്പോൾ അതേ നമ്മൾ തോരൻ വയ്ക്കുക. കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളിത് തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ അടിപൊളി ടേസ്റ്റായിരുന്നു. സാമ്പാറിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അടിപൊളി സാമ്പാറായിരുന്നു. സാമ്പാർ ഉണ്ടാക്കി. പിന്നെ എന്താ ഉണ്ടാക്കി വെച്ചാൽ ഓലനായിരുന്നു കേട്ടോ. ഓലൻ ഉണ്ടാക്കി. നമ്മളെല്ലാ വിഭവം ഉണ്ടായിരുന്നു. പച്ചടി, കിച്ചടി, ഓലൻ, സാമ്പാർ, അവിയൽ, ഉപ്പേരി എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഓലൻ വെച്ചു. അപ്പോഴത്തേക്കും ചേട്ടനും മോളൊക്കെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. തിരുവോണത്തിൻ്റെ അന്ന് അമ്പലത്തിലൊക്കെ പോകുമല്ലോ എല്ലാവരും. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള എടപ്പാൾ ശുകുപുരം കൊളങ്കര ദേവി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തൊഴുത് ഇറങ്ങി. പിന്നെ വീട്ടിൽ വന്നുള്ള കുക്കിംഗ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേന് എൻ്റെ ഫ്രണ്ടും അവളുടെ മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഐഷു കുട്ടി. ഇത് എൻ്റെ ഫ്രണ്ട് ഷബ്നയുടെ കുട്ടിയാണ് കേട്ടോ. ഐഷു ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മേക്കപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ലച്ചുവിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐഷു. അപ്പോൾ ഐഷുവിനൊരു ബ്യൂട്ടീഷ്യൻ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടും മേക്കപ്പും തന്നെ ആയിരുന്നുണ്ടെന്ന് ഓരോ ഡ്രസ്സ് മാറ്റിയിട്ടും ഇട്ടിട്ടൊക്കെയുള്ള ഫോട്ടോഷൂട്ട് ആയിരുന്നു. പിന്നെ അപ്പോൾ രണ്ടുപേരും ഒരേ പ്രായമാണെങ്കിലും ലച്ചു ഒരു
ഇത്തിരി നീളമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഐഷും 2 പേരും 10 വയസ്സ് തന്നെയാണ് അവർക്ക് 2 പേർക്കും. പിന്നെ നമ്മളിത് ഉച്ചയ്ക്ക് ഓണസദ്യ കഴിച്ചു. അപ്പോൾ ഇതുപോലെ ഓണത്തിനും വിഷുവിനും എല്ലാം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയുള്ള എല്ലാ സദ്യയും ഇതുപോലെ വെച്ച് ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ടൊന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ലച്ചു ഒന്ന് വീണത്. അങ്ങനെ ലച്ചുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമ്മുടെ നെറ്റിയിൽ 3 സ്റ്റിച്ചാണ് അവൾക്ക് ഇട്ടിരിക്കുന്നത്.